ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുള്ളത് ചേർത്തലയിലുള്ള ഓമനക്കുട്ടൻ ചേട്ടൻ്റെ തട്ടുകടയിലാണ് കേട്ടോ. നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജാനിക്കുട്ടിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണേ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കിട്ടുന്നൊരു തട്ടുകടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇത് തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല ചൂടുള്ള സാമ്പാറും ചമ്മന്തിയൊക്കെ പുള്ളിക്കാരൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ജാനി ഭയങ്കര ഹാപ്പിയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞ് ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദോശയാണ്. ദേവക്കുട്ടിനും ഹരിച്ചേട്ടനൊക്കെ കൂട്ടത്തിലുണ്ട്. നമ്മൾ 4 പേരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദോശ അല്ലാണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പയും ബീഫും കൂടെയുള്ള കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ജാനിയുടെ വിചാരം ചിക്കനൊക്കെ ഇട്ടിട്ട് മറ്റേ റൈസൊക്കെ ആയിട്ടുള്ള ബിരിയാണിയാണെന്ന് കരുതിയിട്ടാണ് ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് കപ്പ ബിരിയാണി കൊണ്ടുവന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ദേഷ്യം, ഇത് വേണ്ട, ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ അല്ല, എനിക്കിത് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പും വഴക്കൊക്കെ ആയി ആൾ. അവൾ കഴിച്ചേയില്ല കേട്ടോ. അത് പുള്ളിക്കാരിക്ക് പിന്നെ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ചേർത്തലയിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഫുള്ള് ബീഫ് തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കപ്പയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, ബീഫിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിൽ നല്ല രീതിയിൽ ബീഫും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയായിരിക്കുമെന്ന്. പിന്നെ ദേ നമ്മുടെ ദോശ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനിക്കുട്ടിക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ട് സാമ്പാർ ഒഴിച്ചപ്പോഴത്തേക്കും അവൾക്ക് ചമ്മന്തി മതി എന്ന് പറഞ്ഞു. പിന്നെ അത് ദേവക്കുട്ടിന് കൊടുത്തു കേട്ടോ. അവൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കഴിക്കുമായിരുന്നു. ഞാൻ കപ്പ ബിരിയാണിയാണ്, ഞങ്ങൾ 3 കൂടെ ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. എനിക്ക് ദോശ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലും കപ്പ ബിരിയാണി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ തട്ടുകട വരുന്നത്. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞങ്ങളൊരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ചേർത്തലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഓമനക്കുട്ടൻ ചേട്ടൻ്റെ തട്ടുകട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.